എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അവതരിപ്പിക്കുന്ന വിഷയം വാട്ട് ഈസ് ഡർട്ട്, ഹൗ ക്യാൻ അവർ മദർ സോയിൽ ബി ഡർട്ട്. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഴുക്കെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ ആധാരമായ മണ്ണ് എങ്ങനെ അഴുക്കായി എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഈ അഴുക്കിനെ പറ്റിയുള്ള ഇതും ഈ മാലിന്യത്തെ പറ്റിയും മണ്ണിനെ പറ്റിയോ ശുചിത്വത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ നമ്മുടെ പലതും തെറ്റിക്കിടക്കുകയാണ്. അപ്പൊ അതിനെ നമ്മൾ ശരിക്കൊന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇയാളുടെ യാഥാർത്ഥ്യത്തെ ഒന്ന് ബോധ്യപ്പെടുത്തി അതിനനുസരിച്ച് നമുക്ക് കറക്ഷൻ ആവശ്യമുള്ളിടത്ത് ചെയ്യേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഈ നമ്മുടെ ആവാസ വ്യവസ്ഥ, നമ്മുടെ ഇക്കോസിസ്റ്റത്തിന്റെ ആധാരമാണ് മണ്ണ്. നമ്മുടെ ജീവിതത്തെ നിലനിർത്തുന്ന എല്ലാ പോഷകങ്ങളും എല്ലാത്തിന്റെ ഉറവിടമായിട്ടുള്ള മണ്ണാണ് ഈ ഭൂമിയുടെ പുറത്തുള്ള പുറംതൊലി എന്ന് പറയുന്നത്. അത് ജീവനുള്ളതാണ്. അപ്പൊ ജീവൻ തരുന്ന ആ മണ്ണിന് എങ്ങനെയാണ് നമ്മൾ മാലിന്യം എന്ന് പറയുന്നത്? കാരണം നമ്മൾ മണ്ണിൽ കളിക്കുന്നതിനെ പറ്റി എല്ലാം കുട്ടിക്കാലം മുതലേ നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്. മണ്ണിൽ കളിച്ചു കഴിഞ്ഞാൽ കീടാണുക്കൾ കയറുമെന്നൊക്കെയുള്ള. അപ്പൊ അങ്ങനെ ഉള്ള ഒരു മണ്ണിനെ നമ്മുടെ എങ്ങനെ അഴുക്കെന്ന് പറയാൻ പറ്റും? അപ്പൊ നമ്മൾ അതിന്റെ അതിന്റെ നൈസർഗികമായിട്ടുള്ള ഒരു അവസ്ഥയെ നമ്മൾ നോക്കുക. ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ വ്യത്യാസമുണ്ട്, എന്നാൽ അതിന്റെ നൈസർഗികമായിട്ടുള്ള അവസ്ഥയിൽ നമ്മുടെ ഈ ജീവനുള്ള ഭാഗമായിട്ടുള്ള മണ്ണ്, പുറംതൊലി എന്ന് പറയുന്നത്, അത് ഈ മണ്ണെന്ന് പറയുന്ന ഒരു 10-12 ഇഞ്ചസ് വരെ, ഇപ്പം അത്ര ഇല്ല, എന്നാലും 10-12 ഇഞ്ചസ് വരെയുള്ള ജീവനുള്ള ഭാഗമാണ്. അത് മൊത്തം കോടാനുകോടി അണുക്കളുടെ അതിൽ അണുക്കൾ എന്ന് പറയുമ്പോഴത്തേക്ക് വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്, അങ്ങനെ മറ്റു പ്രാണികളൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ജീവമണ്ഡലമാണത്. അപ്പൊ അവിടെ യഥാർത്ഥത്തില് വളരെയധികം പ്രവർത്തികൾ, നമ്മുടെ ക്രിയേഷൻസിന്റെ പല ഭാഗങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മള് ഈ ഏതൊരു ജീവിയും അതിന്റെ ജീവനശേഷം അതിനെ സ്വയം വിഘടിച്ച് തിരിച്ച് അത് മണ്ണാക്കി അത് തിരിച്ച് അടുത്ത പുനർസംഘടിപ്പിക്കുന്ന പിടിച്ച് പുതിയ ജീവനുകളെ സൃഷ്ടിക്കുന്ന ഒരു ഈ പ്രോസസ്സാണ് ഈ മണ്ണിൽ നടക്കുന്നത്. അപ്പൊ ആ മണ്ണില് ആരോഗ്യമുള്ള ഒരു മണ്ണെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നാച്ചുറൽ പ്രോസസ്സ് നാച്ചുറലായിട്ട് തന്നെ നടക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അതിനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഈ ജീർണനം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അപ്പൊ ആ ജീർണനം നടത്തുന്നതിനാണ് അവിടുത്തെ ഉള്ള അണുക്കളുള്ളത്. ആ അണുക്കള് അവിടെ ഉള്ള എല്ലാ കൃമികളും എല്ലാം അതിന്റെ ജീർണനം നടത്തി അടുത്ത പ്രോസസ്സിലേക്ക് കടത്തിവിടുക. അതൊരു ചാക്രികതയുടെ ഭാഗമായിട്ട് പ്രകൃതി തന്നെ ഉരുവാക്കിയിട്ടുള്ളതാണ്. അപ്പൊ അവിടെ നമ്മള് ഉള്ളത് നമ്മളെ രോഗം പരത്തുന്ന അണുക്കളാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഉള്ളത് ഇതിനെ നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് എൻ്റെ നൈസർഗികാവസ്ഥയിൽ അങ്ങനെ അല്ലായിരുന്നു. കാരണം അവിടെ ആ പ്രോസസ്സ് നടക്കുന്ന ആ ചീയൽ എന്ന് പറയുന്നത്, ആ ചീയലിൽ അവിടെ രോഗാണുക്കളല്ല ഉണ്ടാകുന്നത്. അവിടെ ഉണ്ടാകുന്നത് നമുക്ക് നമ്മുടെ സഹവർത്തിത്വമുള്ള അണുക്കളാണ് അവിടെ ഉണ്ടാകുന്നത്. കാരണം ആ ആവാസ വ്യവസ്ഥയിലെ ഈ അണുക്കളുടെ ഒരു ഭാഗമാണ് നമ്മുടെ ആവാസ വ്യവസ്ഥയിലൂടെ, നമ്മുടെ ഇന്റേണൽ ആന്തരിക ആവാസ വ്യവസ്ഥ എന്ന് പറയുന്ന നമ്മുടെ ഇക്കോസിസ്റ്റം, ബോഡിയുടെ ഇക്കോസിസ്റ്റത്തിൽ അതിന്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ ഉള്ളിൽ. അതായത് നമ്മുടെ മണ്ണിലെയും ജലാശയത്തിലെയും വായുവിലെയും എല്ലാം ഉള്ള അണുക്കൾ നമ്മുടെ ശരീരത്തുണ്ട്. അതിന്റെ ഒരു ഭാഗം നമ്മുടെ ശരീരത്തുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയായിട്ട് തന്നെ നിൽക്കുന്നത്. കാരണം നമ്മുടെ ശരീരത്തിലെ ടോട്ടൽ നമ്മുടെ കോശങ്ങളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കോശം, ഹ്യൂമൻ സെൽസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു 10-1 ഭാഗമേ ഉള്ളൂ. ബാക്കി കാരണം അത് സൈസ് ചെറുതായതുകൊണ്ട്, ആ അണുക്കളുടെ സൈസ് ചെറുതായതുകൊണ്ട് അതിനെ നമ്മൾ എണ്ണങ്ങളുടെ കണക്കിൽ നോക്കുമ്പോഴത്തേക്ക് 10 ഇരട്ടിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആവാസ വ്യവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതിന്റെ നമുക്ക് ഇമ്പോർട്ടൻസ് തന്നെ മനസ്സിലാകുന്നുണ്ട്. ആ ആവാസ വ്യവസ്ഥയിൽ ജലാശയങ്ങളാണെങ്കിലും വായു ആണെങ്കിലും
മണ്ണാണെങ്കിലും നമ്മൾ അതുമായിട്ട് ചേർന്ന് ഇണങ്ങി പോകുമ്പോഴാണ് നമ്മൾക്ക് അതിനുള്ള അണുക്കളെല്ലാം അതുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നതും അതിൻ്റെ ഒരു ആരോഗ്യമായുള്ള ഒരു സ്ഥിതി വിശേഷം നിലനിർത്തി പോകുന്നതും. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു മണ്ണ് അതിനെ നമ്മൾ എങ്ങനെ ഈ മലിനമാക്കിയതെന്ന് നോക്കാം. അപ്പൊ ആദ്യം ഈ അണുക്കളുടെ ഒരു റോളും കൂടെ മനസ്സിലാക്കണം. ഈ അണുക്കൾക്ക് വളരെയധികം റോളുകളുണ്ട്. നമ്മുടെ ഫിസിയോളജിക്കൽ പ്രോസസ്സ് തന്നെ ഒത്തിരി അത് നിയന്ത്രിക്കുന്നുണ്ട്. പല നമുക്ക് ദഹിക്കാൻ പറ്റാത്ത സെല്ലുലോസ് പോലുള്ള പല സംഗതികളെയും അതാണ് ദഹിപ്പിച്ച് വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള വൈറ്റമിൻസും അതിൻ്റെ പ്രവർത്തനത്തിലാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ മാനസിക ആരോഗ്യം, രോഗപ്രതിരോധ ഇമ്മ്യൂണിറ്റിയിലെ നമ്മുടെ 70% ഇമ്മ്യൂണിറ്റി ഗട്ട് മൈക്രോബയോമാണ് നിയന്ത്രിക്കുന്നത്. ഇതെല്ലാം ഇവര് സയൻസ് തന്നെ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. മൈക്രോബയോം സ്റ്റഡീസ് എന്ന് പറയുന്ന വലിയൊരു വിഭാഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ അതാണ് ആരോഗ്യമുള്ള ഒരു ആവാസ വ്യവസ്ഥ, ആരോഗ്യമുള്ള മണ്ണ്, ആരോഗ്യമുള്ള ജലാശയങ്ങൾ, ആരോഗ്യമുള്ള അന്തരീക്ഷം. ഇത്രയും ഉണ്ടായിരുന്ന ഒരു അന്തരീക്ഷത്തിലെയാണ് നമ്മൾ മനുഷ്യന്റെ ഇടപാട് കാരണം സംഗതികൾ തിരിഞ്ഞു മറിഞ്ഞു വന്നത്. അപ്പൊ ഈ ചാക്രികതയിലുള്ള വന്ന പ്രശ്നങ്ങളാണ് ഇതിൽ നമ്മൾ കാണുന്നത്. കാരണം നമ്മുടെ ഇടപെടൽ കാരണം അവിടെ വളരെയധികം വേസ്റ്റ് എന്ന് പറയുന്നത് പ്രകൃതിയിൽ ഇല്ലാത്ത ഒന്നായിരുന്നു. കാരണം അത് ഈ ചാക്രികതയുടെ ഭാഗമായിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് അത് പ്രോസസ്സ് ചെയ്ത് അടുത്ത ജീവന്റെ ഭാഗമായിട്ട് മാറ്റിപ്പോവുകയാണ്. അതാണ് ശരിക്കുള്ള മണ്ണിലെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ പ്രോസസ്സിൽ ഈ ഇടപെടൽ കാരണം പല വിധത്തിലുള്ള ബ്ലോക്കുകൾ വന്നു. കാരണം ഈ വായു ജലത്തിന്റെ പ്രവാഹം മണ്ണിൽ നടക്കണം. അപ്പൊ അത് നടക്കാതിരിക്കുന്ന വിധത്തിലുള്ള ബ്ലോക്കുകൾ, അത് പ്ലാസ്റ്റിക്കുകൾ, മാലിന്യങ്ങൾ, അത് ഇത്, പിന്നെ പല വിധത്തിലുള്ള നമ്മൾ വ്യാവസായിക മാലിന്യങ്ങൾ, ടോക്സിക് ആയിട്ടുള്ളവയും അതുമെല്ലാം വരുന്നു. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ചെയ്ത ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതായത് രോഗാണു സിദ്ധാന്തം, ലൂയി പാസ്റ്റർ കൊണ്ടുവന്ന രോഗാണു സിദ്ധാന്തം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അണുക്കളെല്ലാം രോഗം പരത്തുന്നവയാന്നുള്ളൊരു ധാരണ ഉണ്ടാക്കി കിട്ടും. അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഡിറ്ററൻസ് ഉപയോഗിക്കുന്നു, സോപ്പ് ഉപയോഗിക്കുന്നു, പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നു, വീഡിസൈഡ്സ് ഉപയോഗിക്കുന്നു, ഡിസിൻഫെക്റ്റന്റ്. ഇപ്പൊ കൊറോണ വന്നപ്പോഴത്തേക്ക് ഡിസിൻഫെക്റ്റന്റ് ഒരു ഇതും ഇല്ലാതെ, കൺട്രോളും ഇല്ലാതെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അണുക്കള് നമ്മുടെ സിംബയോട്ടിക് ആയിട്ടുള്ള, നമ്മുടെ സഹാനുവർത്തികളായിട്ടുള്ള അണുക്കളുടെ പോപ്പുലേഷനെ നശിപ്പിക്കാൻ തുടങ്ങി. ഇത് നാശം വന്നു കഴിഞ്ഞപ്പോഴും മറ്റ് ഈ ചാക്രികതയുടെ ഇത് വന്ന് ഫ്ലോയെ ബ്ലോക്ക് ചെയ്തപ്പോഴും പിന്നുണ്ടാകുന്നത് സ്വാഭാവിക ജീർണനത്തിന് പകരം അസ്വാഭാവിക ജീർണനം നടന്നു. ഈ അസ്വാഭാവിക ജീർണനം, അതായത് എറോബിക് ആയിട്ടാണ് ജീർണനം നടക്കേണ്ടത്. എറോബിക്കിന് പകരം അനേറോബിക് ജീർണനം നടക്കുമ്പോഴത്തേക്കാണ് ഈ വേസ്റ്റുകൾ എന്ന് പറയുന്നതും മലിനം എന്ന് പറയുന്നതും ഉള്ളത് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ഇത് ഉൽപ്പാദിപ്പിക്കുമ്പോഴത്തേക്ക് അത് പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു ആയതുകൊണ്ട് പ്രകൃതിയുടെ ഒരു ഇത് അതിന്റെ ഒരു ബോധമുണ്ട്. ആ ബോധത്തിൽ അത് അസന്തുലിതമായിട്ടുള്ള ഒരു അവസ്ഥ ആയിട്ട് അതിനെ കണക്കാക്കും. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്യാനായിട്ട് പ്രകൃതിയുടെ തന്നെ കുറെ ഒരു നിർദ്ധാരണമുണ്ട്. അപ്പൊ അവിടെ പ്രകൃതി ചെയ്യുന്നത് അതിന്റെ ഒരു സംഹാര രൂപം അവിടെ ഉടലെടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ രോഗാണുക്കൾ എന്ന് പറയുന്ന, അതായത് ഈ രോഗാണുക്കൾ, കീടാണുക്കളൊക്കെ എല്ലാം ആ റോളുകൾ മാറി വരികയാണ് പലതും. അപ്പം ന്യൂട്രലായിട്ടിരുന്ന പലതും വിനാശകാരികളായിട്ട് മാറുന്നു. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അതിന്റെ ഒരു ധർമ്മമാണത്. അത് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉണ്ടായ ഇൻബാലൻസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ കറക്റ്റ് ചെയ്യാൻ വേണ്ടി എങ്ങനെ ചെയ്യുന്നത്, അതിനെ അപ്പോൾ ഉള്ള ആവാസ വ്യവസ്ഥയെ ഒന്ന് ഉടച്ചു വാർക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ ഈ വരുന്ന കൃമികളും പ്രാണികളും എല്ലാം അതിനെ നശിപ്പിക്കാനുള്ള ഒരു ഇതാണ്. ആ ടെമ്പററി ആയിട്ടുള്ള ആ ഒരു ലോക്കലായിട്ടുള്ള ഇംബാലൻസ് വന്നതിനെ നശിപ്പിച്ചിട്ട് പുതിയൊരു രൂപത്തെ സൃഷ്ടിക്കുക. അപ്പൊ ഇതാണ് ഉദ്ദേശിക്കുന്നത്. പ്രകൃതിയുടെ തന്നെ ആ ഒരു സിസ്റ്റമാണത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മലിനീകരണം സംഭവിക്കുമ്പോഴാണ് ഈ ഇതുപോലുള്ള നെഗറ്റീവായിട്ടുള്ള അണുക്കളും കൃമികളും അവിടെ കൂടുന്നത്. അതുപോലെ തന്നെ ഈ
രോഗം എന്ന് പറയുന്നത് തന്നെ ഈ നമ്മുടെ ഇന്റേണൽ അത് തന്നെ നമ്മൾ ആലോചിക്കണം. നമ്മുടെ ഇന്റേണൽ സിസ്റ്റം കറക്റ്റായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ രോഗം വരുത്തുന്ന അണുക്കൾ നമ്മളെ ബാധിക്കത്തില്ല. കാരണം നമ്മുടെ ത്വക്കിന്റെ തന്നെ വളരെ വളരെ ഇതായിട്ടുള്ള ഒരു ഇമ്മ്യൂണിക്കൽ ഇതുള്ള പ്രതിരോധ ശക്തിയുള്ള ഒരു ഇതാണ് നമ്മുടെ ത്വക്കെന്ന് പറയുന്നത്. ആ ത്വക്കിനിൽ കൂടെ രോഗാണുക്കൾ കടക്കാൻ സാധ്യതയില്ല, ത്വക്കിന്റെ നമ്മൾ ആരോഗ്യം ശരിക്കും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ അതല്ല ചെയ്യുന്നത്. നമ്മൾ അതിനെ ഡെയിലി സോപ്പിട്ട് അതിനെ ഡിസ്ഇൻഫെക്റ്റന്റ് ഉപയോഗിച്ച് അതിന്റെ ആരോഗ്യത്തെ, അതായത് ത്വക്കില് കോടിക്കണക്കിന് അണുക്കളുണ്ട്. ആ അണുക്കൾ നമ്മുടെ പോസിറ്റീവായിട്ടുള്ളവയാണ്. അവ നമുക്ക് സഹവർത്തിത്വം തരുന്ന അണുക്കളാണ്. ആ അണുക്കളെ ഡെയിലി ഈ ഡിസ്ഇൻഫെക്റ്റന്റും സോപ്പും ഡിറ്ററന്റ് ഇതുപോലുള്ള എല്ലാം ഉപയോഗിച്ചിട്ട് ഇതിനെ നശിപ്പിച്ചു വരുമ്പോഴത്തേക്ക് അതിന്റെ ബാലൻസ് തെറ്റും. അപ്പൊ ബാലൻസ് തെറ്റുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവിടെ നെഗറ്റീവായിട്ടുള്ളവ അത് പ്രകൃതിയുടെ ആ ഒരു നിർദ്ധാരണത്തിന്റെ ഭാഗമായിട്ട് തന്നെ വരാം. അല്ലാതെ തന്നെ പുറത്തുനിന്ന് എവിടെങ്കിലും ഒരു ഇത് അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ളവ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ഇന്റേണൽ ആന്തരിക പരിസരം മലിനമായി കിടക്കുകയാണെങ്കിൽ അവിടെ അതിന് എൻട്രി കിട്ടുന്നു. അപ്പൊ ആ ത്വക്കിലൂടെ അതിന് കയറാൻ പറ്റും. അല്ലാതെ തന്നെ നമ്മൾ എവിടെയെങ്കിലും ഒരു പോറലോ പൊട്ടലോ ഒക്കെ വന്നു കഴിഞ്ഞാലും അതിലൂടെ അത് പ്രവേശിക്കും. പക്ഷെ അങ്ങനെ പ്രവേശിച്ചാലും ഇന്റേണൽ പ്രതിരോധ ശക്തി, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ ആരോഗ്യമുള്ളതാണെന്നുണ്ടെങ്കിൽ ആ അണുക്കളെ നമ്മുടെ ഉള്ളിലുള്ള അണുക്കൾ തന്നെ അത് പ്രതിരോധിച്ച് അതിനെ ഇല്ലാതാക്കും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പലപ്പോഴും പകർച്ചവ്യാധികൾ എന്നുള്ള രീതിയിൽ സീസണൽ ഫ്ലൂ നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട്. പലർക്കും പിടിക്കുന്നുണ്ട്, പലർക്കും പിടിക്കുന്നേ ഇല്ല, ചിലർക്ക് വളരെ ഇതായിട്ട് വന്നു പോകുന്നു. ഇപ്പൊ കൊറോണയുടെ കേസിൽ തന്നെ അതുണ്ട്. കൊറോണ ഇപ്പൊ 2-3 റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് പ്രതിരോധ ശക്തി കിട്ടിയിട്ടുള്ളവർ ഒത്തിരി പേരുണ്ട്. അവരുടെ ഇന്റേണൽ പരിസരം അത് ആരോഗ്യമായിട്ട് നിൽക്കുന്നത് കൊണ്ട് അടുത്ത കൊറോണയുടെ അറ്റാക്ക് വരുമ്പോഴും അവർക്കത് ചെറിയൊരു പനിയോ ഒരു തലവേദനയോ ആയിട്ട് വന്നിട്ട് അതങ്ങ് മാറും. 2-3 ദിവസം എനിക്ക് സ്വയമേ അനുഭവമുള്ളതാണ്. അത് വന്നിട്ട് അതങ്ങനെ പോയിട്ടുണ്ട്. അത് കൊറോണ അറ്റാക്ക് ആയിരുന്നു എന്നുള്ളത് വരുന്നുണ്ട്. കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് കൊറോണ പോസിറ്റീവായിട്ട് ചെയ്തപ്പം എനിക്ക് അത് വന്നിട്ടുമില്ല. പക്ഷെ ഒരു പനിയുടെ ഒരു ലക്ഷണം കൊണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതിന് മൈൽഡായിട്ട് വന്ന് പോകുന്ന ഒരു ഇതുണ്ട്. അത് നമ്മുടെ പ്രതിരോധ ശക്തി, സ്വന്തം പ്രതിരോധ ശക്തി അത് അവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പ്രകൃതി എന്താ ചെയ്യുന്നത്? പ്രകൃതി ഒരു നാച്ചുറൽ സെലക്ഷൻ നടത്തുകയാണ്. നമ്മുടെ ആന്തരിക അതായത് പുറം പരിസരം മലിനപ്പെടുമ്പോഴത്തേക്ക് അതിനെ ക്രമീകരിക്കാനായിട്ട് ഈ നെഗറ്റീവ് അണുക്കളും കൃമികളും ഉണ്ടാകുന്നു. അത് ഉണ്ടാകുന്നത് തന്നെ അത് ഈ പറയുന്ന 2 രീതിയിൽ ഒരു സയൻസ് തന്നെ പറയുന്നുണ്ട്. ഒന്ന് അതിന്റെ ഈ റോള് റിവേഴ്സൽ പറ്റുന്നു. പോസിറ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നെഗറ്റീവായിട്ട് റോള് വരുന്നുണ്ട്. അല്ലാതെ തന്നെ അവിടെ ന്യൂട്രലായിട്ട് നിന്ന പലതിനെ ഈ നെഗറ്റീവ് റോളിലോട്ട് അഡോപ്റ്റ് ചെയ്യപ്പെടുന്നു. ഒന്നുകിൽ ചെറിയ മൈനർ മ്യൂട്ടേഷനോ അങ്ങനെയൊക്കെയുള്ളതുണ്ട്. പല രീതിയിലുള്ള തിയറീസ് വരുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും അവിടെ അത് പുതുതായിട്ട് ഉണ്ടാവുകയോ റോൾ റിവേഴ്സൽ കൊണ്ടോ അത് ഉണ്ടാകുന്നുണ്ട്. ഈ ഉണ്ടാകുന്നതിന്റെ ഉദ്ദേശം ഇതിനെ ക്രമീകരിക്കുക എന്നുള്ളതാണ് പ്രകൃതി ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെയാണ് നമ്മൾ നാച്ചുറൽ സെലക്ഷൻ എന്നുള്ള ഒരു ഇത് വരുന്നത്. അപ്പൊ ഇങ്ങനെ നാച്ചുറലി നമുക്ക് ഇതില്ലാത്ത പ്രതിരോധ ശക്തി ഇല്ലാത്ത ഒരു പോപ്പുലേഷനെ മുന്നോട്ട് പോകണ്ട, അതില് സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു പാത്രം, അതായത് പ്രതിരോധ ശക്തി ഉള്ളവർ മാത്രം പോയാൽ മതി. സ്വന്തം ആന്തരിക പരിസരത്തെ ദുഷിപ്പിച്ചവരെ മുന്നോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ഡീസെലക്ട് ഒരു സെലക്ഷനാണ് അവിടെ നടക്കുന്നത്. അങ്ങനെയുള്ളവർ അവിടെ വീഴും. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ പല കൊറോണയുടെ പല അറ്റാക്കിലും അത് വളരെ എവിഡന്റ് ആയിരുന്നു. ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളവരാണ് മരിച്ചത് മുഴുവനും. ലങ്സിന്റെ തന്നെ ഇപ്പം ലങ്സിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ലങ്സിന് പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെ, അതായത് അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ള അന്തരീക്ഷം, അതായത് നമ്മൾ ഡിയോഡറന്റ് ഉപയോഗിക്കുന്നു, പെർഫ്യൂം ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ വീട്ടിനകത്ത് പല വിധത്തിലുള്ള കെമിക്കൽസ് ഉണ്ട്, പല വിധത്തിലുള്ള ഈ ഫർണിച്ചറിൽ നിന്ന് വരെ ഈ വോളക്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പൊ അതെല്ലാം ഇങ്ങനെ പരിസരത്തിലുള്ള ആ ഓക്സിജന്റെ അളവിനെ ഇത് കുറച്ചിട്ട് നമ്മളെ ഓക്സിജൻ എടുക്കുന്നതിന് പകരം ഇവ ബ്ലഡിൽ അറ്റാച്ച് ചെയ്യപ്പെടുന്നു.
അങ്ങനെ പല വിധത്തിൽ ഇത് ദുഷീകരണം നടക്കുന്നുണ്ട്. വായുവിന്റെ കൂടെ ഉള്ള ജലത്തിൽ കൂടെ ഉള്ളതും മണ്ണിൽ കൂടെ ഉള്ളതും. അപ്പൊ ആ ഒരു ദുഷീകരണം നടക്കുമ്പോഴാണ് ഈ നെഗറ്റീവായിട്ടുള്ള അണുക്കൾ കൂടുന്നതും ആ ഒരു രോഗം തുടങ്ങുന്നതും. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ആ സ്ഥിതിയിലെ മണ്ണ് ഇപ്പൊ ഇവിടെ വരുന്നപ്പോ ഇപ്പം ജലാശയമാണെങ്കിലും അന്തരീക്ഷമാണെങ്കിലും നമ്മുടെ മണ്ണാണെങ്കിലും അവിടെ മലിനപ്പെട്ടു. അപ്പൊ ഇത് മലിനപ്പെടുന്ന അതിന്റെ ഒറിജിനൽ നൈസർഗികാവസ്ഥയിൽ അത് മലിനമല്ലായിരുന്നു മണ്ണ്. നമ്മുടെ ഇടപെടുക കാരണം അത് മലിനമായി മാറി എന്ന് വേണം. അപ്പൊ അങ്ങനെ വരുന്ന ഒരിടത്ത് നമ്മൾ വേണമെങ്കിൽ പറയാം, ഇപ്പം നാഗരികമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇതുപോലുള്ള ദൂഷിച്ച രീതിയിലുള്ള ശരിക്ക് പ്രകൃതിയുടെ ചാക്രികതയിലുള്ള ഒരു പ്രോസസ്സ് നടക്കാതെ വരുമ്പോഴത്തേക്ക് അവിടെ ഉള്ള മണ്ണിനെ നമ്മൾ മലിനമായിട്ട് പറയാവുന്നേ ഉള്ളൂ. അതിന്റെ ഒറിജിനൽ അവസ്ഥ എങ്ങനെയല്ലായിരുന്നു. നമ്മളിപ്പോൾ ഒരു ഫോറസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ അത് മലിനമല്ല. ആ മണ്ണിൽ എത്ര നമ്മൾ മുറിവുണ്ടായി അതുമായിട്ട് ചേർന്ന് കിടന്നാലും അത് നമുക്ക് അത് പഴുക്കുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഉണ്ടാകില്ല. അതേസമയം ഈ മണ്ണില് ഒരു പോസിബിലിറ്റി ഉണ്ട് അതിനെ. അപ്പൊ അങ്ങനെ ഉള്ളതിനെ നമ്മൾ മലിനമായിട്ട് തന്നെ കണക്കാക്കാമെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അഴുക്കെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായി വന്നത്. അത് നൈസർഗികമല്ല. അതിനെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാം എന്നുള്ളതാണ്. അപ്പൊ പരിസരമാണ്, ആന്തരിക പരിസരവും പുറം പരിസരവും, ഇത് രണ്ടും വൃത്തിയായി ആരോഗ്യമായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇവയെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ സാരം. താങ്ക് യു.